ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തെല്ലാം എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ നാട്ടിൽ പോകാനുള്ള ചെറിയൊരു ഷോപ്പിങ്ങും പാക്കിങ്ങും പിന്നെ യാത്രാവിശേഷങ്ങളും എല്ലാമായിട്ട് ചെറിയൊരു വ്ളോഗാണ്. പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, നാട്ടിൽ പോകുമ്പോൾ എന്ത് വാങ്ങണം, എന്തൊക്കെ വാങ്ങണം, ആർക്കൊക്കെ വാങ്ങണം, ഇനിയിപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിയാൽ ലഗേജ് തികയോ എന്നുള്ള സംശയവും എല്ലാം കൂടിയാണല്ലേ. പിന്നെ പൊതുവേ നാട്ടിൽ പോകുമ്പോൾ ഈ പ്രവാസികൾക്ക് സാധനങ്ങൾ വാങ്ങൽ ഒരു ചടങ്ങ് തന്നെയാണ്. എന്നാലും ആദ്യത്തെ മാതിരിയുള്ള സാധനം വാങ്ങലൊന്നും ഇപ്പം ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്നാണ് ഇവിടേക്ക് സാധനങ്ങൾ കയറ്റുന്നത് കൊണ്ട് നാട്ടിൽ തന്നെ ആൾക്കാരങ്ങ് വാങ്ങും. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഞാൻ നാട്ടിലെത്തുന്ന സമയത്ത് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന്. കാരണം എന്താണെന്നറിയോ, നമ്മളൊരാൾക്ക് ഒരു സാധനം കൊടുക്കുമ്പോൾ അത് ചെറിയ പൈസൻ്റെതോ വലിയ പൈസൻ്റെതോ എന്തോ ആവട്ടെ, അത് അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ അവർ ഉപയോഗിച്ച് കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്താൽ അവരത് യൂസ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സാണ്. അവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും, അത് കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ ഓരോ ഷോപ്പിൽ കയറി ഞങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് നാട്ടിൽ പോകുമ്പോൾ ഒരു പർദ്ദ വേണ്ടിയിരുന്നു, അതിൻ്റെ കൂടെ തന്നെ ഉമ്മാക്കും ഒന്ന് വാങ്ങണം. അപ്പോൾ ഈ ഷോപ്പിംഗ് ആണ് ഏറ്റവും വലിയ ടൈം നമുക്ക് പോവുക. ഏതെടുക്കണം എങ്ങനെ എടുക്കണം സെലക്ഷൻ കുറേ കാണുമ്പോൾ കുറേ സംശയങ്ങളാണ്. എൻ്റേതും അതുതന്നെയാണ് അവസ്ഥ. എന്നാലും ഞാൻ മാക്സിമം സ്പീഡാക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. കാരണം ഇക്കാക്കക്ക് ഷോപ്പിംഗ് പ്രത്യേകിച്ച് തോനെ ടൈം ചിലവഴിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഇക്കാക്കക്ക് എന്നില്ല, പൊതുവേ ഈ ആണുങ്ങൾക്ക് ഈ ഒരു ഷോപ്പിംഗ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അവർ ഒരു ഷോപ്പിൽ കയറിയാൽ അവിടെ എന്താണോ സാധനം കാണുന്നത് അത് എടുത്തു പോരുന്നൊരു ടൈപ്പാണ്. നമ്മളാണ് പിന്നെയും കൂടുതൽ ഷോപ്പിൽ കയറി ഇറങ്ങുക. പിറ്റേ ദിവസമാണ് കേട്ടോ ചോക്ലേറ്റ് വാങ്ങാൻ ഇറങ്ങിയിട്ട് ചോക്ലേറ്റൊക്കെ അത്യാവശ്യം വാങ്ങി ഞങ്ങളിതാ വീട്ടിലെത്തി പാക്കിംഗ് ഒക്കെ തുടങ്ങി. എനിക്ക് ആകെയുള്ളൊരു വിഷമം എന്ന് പറയുന്നത് ഇക്ക എൻ്റെ കൂടെ വരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇക്കയോട് ആകെ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ കൂടെ വരണമെന്ന്. പക്ഷേ ചെറിയൊരു സാഹചര്യത്താൽ എനിക്ക് നേരത്തെ പോകേണ്ടി വന്നു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇക്ക വരുമായിരുന്നു. പക്ഷേ നല്ല രസമായിരുന്നു, ഞങ്ങൾ രണ്ടാളോടും തിരിച്ചു പോകുമ്പോഴുള്ളൊരു വൈബ് വേറെ തന്നെ ആയിരുന്നു. പക്ഷേ നടന്നില്ല. പിന്നെ എനിക്ക് ആകെയുള്ളൊരു സമാധാനം എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞൊക്കെ നാട്ടിൽ വരും. ആ ഒരു സമാധാനത്തിലാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ബാക്കി യാത്രാവിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.